നവംബർ 17-ാം തീയതി UPSC സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്ന് വായിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളുടെ ലിസ്റ്റാണിത്. ഇതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആൻഡ് ജപ്പാൻ സൈൻ എഗ്രിമെന്റ് ഫോർ യൂണിക്കോൺ മാസ് ഫോർ നേവൽ ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഉൾപ്പെട്ടുള്ളതാണ് യൂണിക്കോൺ മാസ്റ്റുകൾ. അത് ഇന്ത്യൻ വെസലുകളിൽ, നേവൽ വെസലുകളിൽ ഫിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അപ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഡിഫൻസ് കോപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങളിൽ നമുക്ക് ഈ ഒരു വാർത്ത ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ യൂണിക്കോൺ മാസ്റ്റ് എന്താണെന്ന് ഈ 9-ാമത്തെ പേജിലുള്ള വാർത്തയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത് ഇലക്ട്രോണിക്കലി ട്രാക്ക് അണ്ടർ ട്രയൽസ് ടു കട്ട് ക്രൗഡിംഗ് ഇൻ ഓഫ് ജയിൽസ് എന്ന് സുപ്രീം കോടതിയുടെ ബോഡി പറയുകയാണ്. അതായത് നമ്മുടെ ജയിലുകളിൽ ആൾക്കാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്, പലപ്പോഴും ട്രയലിലുള്ള ആൾക്കാരുടെയൊക്കെ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇലക്ട്രോണിക്കലി ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ജയിലുകളിലുള്ള ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 11-ാമത്തെ പേജിലുള്ള ഈ ഒരു വാർത്ത കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ചും ജയിലുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അവിടുത്തെ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെക്കാം. അടുത്തത് വേൾഡ് ഡയബറ്റിക്സ് ഡേയുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തെ മൊത്തം ഡയബറ്റിക്സ് അല്ലെങ്കിൽ ഷുഗർ പേഷ്യന്റിന്റെ 25%, എ ക്വാർട്ടർ ഓഫ് ഇന്ത്യസ് വേൾഡ് ഡയബറ്റിക്സ് പേഷ്യൻസ് ഇന്ത്യയിലാണെന്നാണ് വാർത്ത. അപ്പോൾ ഇന്ത്യയിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള എഫേർട്ടുകൾ എടുക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ ഈ ഒരു പേജ് 11-ലുള്ള ഈ ഒരു ന്യൂസ്, ക്വാർട്ടർ ഓഫ് വേൾഡ്സ് ഡയബറ്റിക്സ് ആർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്ക് പറയുന്നതായിട്ടുള്ളത്. അടുത്തത് റെസ്പൈറ്റ് ഫോർ ഇന്ത്യൻ കോഫി ഗ്രോവേഴ്സ് ആസ് EU ഗ്രാൻസ് ടൈം ഫോർ EUDR കംപ്ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. പേജ് 12-ലുള്ളതാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഒരു കോംപ്ലൈൻസ് ആണ് EUDR എന്ന് പറയുന്നത്, യൂറോപ്യൻ യൂണിയൻ ഡിഫോറസ്റ്റേഷൻ റെഗുലേഷൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. അതെന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യൻ കോഫി ഗ്രോയേഴ്സിന് ഇതൊരു ത്രെട്ടായിരുന്നു അവരുടെ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട്. പക്ഷെ അവർക്ക് താൽക്കാലിക ഒരു ആശ്വാസമാണ്, നിലവിൽ കുറച്ചധികം സമയം EU അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ഡിഫോറസ്റ്റേഷൻ റെഗുലേഷൻ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഇന്ത്യൻ എക്കണോമി എങ്ങനെയാണ് ബാധിക്കുക എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത മെഡിസിനിലുള്ളതാണ്, അതുപോലെ തന്നെ ടെക്നോളജി റിലേറ്റഡ് ആണ്. ഒപ്റ്റിക്കൽ ബയോസെൻസർ റാപ്പിഡ്ലി ഡിറ്റക്ട്സ് മങ്കി പോക്സ് വൈറസ് എന്നുള്ളതാണ്. മങ്കി പോക്സ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്പ്രെഡ് ആവുന്ന കാര്യം അത് ഒരു വേൾഡ് ഹെൽത്ത് ക്രൈസിസ് ആയിട്ടൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വളരെ വേഗത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഒപ്റ്റിക്കൽ ബയോസെൻസർ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ഈ 13-ാമത്തെ പേജിലുള്ള ഈ ഒരു വാർത്തയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് മൗണ്ടൻ ലയൺസ് ഇൻ ലോസ് ആഞ്ചലസ് ബിക്കം മോർ നൊക്ടേണൽ എന്ന് പറഞ്ഞ് പേജ് 13-ലുള്ള വാർത്തയാണ്. അപ്പോൾ ലോസ് ആഞ്ചലസിലുള്ള മൗണ്ടൻ ലയൺസ് അവർ രാത്രിയിൽ ഇറങ്ങി നടക്കുന്നത് കൂടുതലായിട്ട് വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വന്നത്. അപ്പോൾ മൗണ്ടൻ ലയൺസ് എന്താണ് അതിന്റെ പ്രത്യേകതകൾ, എന്തുകൊണ്ടാണ് അത് കൂടുതൽ നൊക്ടേണൽ ആവാൻ കാരണം, ഈ ഒരു ചേഞ്ചിന് കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത, വിൽ റിയാദ് സമ്മിറ്റ് ഇമ്പാക്ട് ഗാസ വാർ എന്ന് പറഞ്ഞിട്ട് പേജ് 14-ലുള്ളതാണ്. റീസെന്റ് പലസ്തീൻ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സൗദി അറേബ്യ റിയാദിൽ ഒരു മീറ്റിംഗ് വിളിച്ചായിരുന്നു. ഇതിനെയാണ് റിയാദ് സമ്മിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് റിയാദ് സമ്മിറ്റ്, എന്താണ് അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ വന്നത്, ചർച്ച ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് മണിപ്പൂരിൽ റീസെന്റ് ഡെഡ് ബോഡീസ് കിട്ടിയതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അബ്ഡക്ഷനും ഡെഡ് ബോഡീസും ഒക്കെ കണ്ടെത്തിയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു വലിയൊരു പ്രശ്നങ്ങൾ എറപ്റ്റ് ചെയ്യുന്നുണ്ട് മണിപ്പൂരിൽ എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് പേജിൽ വന്ന വാർത്തയാണ്. ഓൾറെഡി വാല്യൂ ആഡ് ചെയ്യേണ്ട വാർത്തയാണ്, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത് 35% ഓഫ് ഡോക്ടേഴ്സ് ഇൻ ഇന്ത്യ ഫീൽ അൺസേഫ് വൈൽ അറ്റ് വർക്ക്, സ്റ്റഡി ഷോസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു വിഷയവും നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഡോക്ടർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും അവർ നേരിടുന്ന ത്രെട്ടുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ബോഡി അവർ പ്രത്യേകമായിട്ടുള്ള ഒരു നിയമം വേണ്ട എന്നുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു. കാരണം ഇന്ത്യയിൽ ഓൾറെഡി ഒരുപാട് നിയമങ്ങളുണ്ട് എന്നുള്ളത്. അടുത്തത് വാട്ട് വാസ് SC റൂൾഡ് ഓൺ ബുൾഡോസിംഗ് പ്രോപ്പർട്ടി, പേജ് 14-ലുള്ളതാണ്. ഇതും നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം കവർ ചെയ്തതാണ് സുപ്രീം കോടതി ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ ആ ഒരു വിഷയം ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസും മറ്റുമൊക്കെ ഉണ്ട്, കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത് ഡൊണാൾഡ് ട്രംപ് ഒരു എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് US സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ടെസ്ലയുടെ CEOയും ഒക്കെ വന്നിട്ടുള്ളത്, എലോൺ മസ്ക് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് ട്രംപ് സെറ്റപ്പ് ചെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ടോപ്പിക്കായിട്ട് വരുന്നത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ രാജ്യത്തും അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആവശ്യകതയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകൾ
കൃത്യമായിട്ട് വായിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഒരു ട്രയൽ ബേസിസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.